ഹായ് ഓൾ. അപ്പോൾ ഇന്നൊരു ഈവനിങ് ഡേ വിശേഷമായാലോ? ഇതാ ഇവൻ പോകുന്ന കണ്ടു. കൂട്ടിലിട്ടിരുന്ന പക്ഷീനെ തുറന്നു വിടുമ്പോൾ ഉള്ളൊരു അവസ്ഥ ഉണ്ടല്ലോ, അത് കണക്കാ അവൻ്റെ പോക്ക് കണ്ട അതേ ഒരു സെയിമാ. അപ്പോൾ ഞാൻ പോകുന്നത് എൻ്റെ ഒരു ചേച്ചി ഗർഭിണി. അപ്പോൾ ആ ചേച്ചീനെ കാണുന്നതിന് വേണ്ടിയിട്ട് ചേച്ചിയുടെ വീട്ടിലോട്ട് പോകാനായിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും ഇറങ്ങിയത്. അവന് എവിടെയെങ്കിലും പോകാനാണ് വളരെ ഇൻട്രസ്റ്റ് ആണ്. എവിടെയെങ്കിലും അവനെ കൊണ്ടുപോയാൽ മതി. അങ്ങനെ ഞങ്ങൾ ഓട്ടോ വരാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കുറച്ചു നേരം വെയിറ്റ് ചെയ്തപ്പോൾ ഓട്ടോ വന്നു. അവൻ വളരെ വിശാലമായിട്ട് ഇങ്ങനെ യാത്ര ചെയ്യുകയായിരുന്നു. അതിൽ ഭയങ്കര ഇൻട്രസ്റ്റാണ് യാത്ര ചെയ്യാൻ. കുറച്ച് ദിവസം മുമ്പ് അമ്മയ്ക്ക് ഒരു ഡ്രസ്സ് തയ്ക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഞങ്ങൾ പോകുന്ന വഴിക്ക് മേടിക്കാനായിട്ട് ഇറങ്ങി. അമ്മ തുണി മേടിക്കാനായിട്ട് കടയിൽ കയറിയപ്പോൾ ഞാനും മോനും കുറച്ച് നേരം പോസ്റ്റ് അടിച്ച് പുറത്ത് നിന്നു. അവനെ കണ്ടില്ലേ, അവന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. പുറത്ത് വണ്ടികളൊക്കെ അങ്ങനെ റെയറാണല്ലോ പുറത്തൊക്കെ ഇറങ്ങുന്നത്. ചേച്ചിക്ക് കൊടുക്കാനായിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കുന്നതിനായിട്ട് ഞങ്ങൾ അടുത്തുള്ളൊരു ബേക്കറിയിൽ കയറി. അവൻ ആ കടയിലിരിക്കുന്ന എല്ലാ സാധനവും എടുക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ ബേക്കറിയിൽ നിന്ന് ഇറങ്ങി ചേച്ചിയുടെ വീട്ടിലേക്ക് യാത്രയായി. അപ്പോൾ ഈ വഴികളൊക്കെ ഞാൻ പണ്ട് സ്കൂളിൽ പോകുന്ന ടൈമിന് പൊയ്ക്കൊണ്ടിരുന്ന വഴികളായിരുന്നു. അപ്പോൾ എനിക്ക് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ആ വഴിയെ ഇന്ന് പോയത്. അപ്പോൾ എനിക്ക് ഒരുപാട് അത്ഭുതമായിരുന്നു. അവിടെ കുറേ കാര്യങ്ങളൊക്കെ ചേഞ്ചായി. പിന്നെ ഒരുപാട് അവിടെ വയൽ പ്രദേശമായിരുന്നു. അപ്പോൾ അതൊക്കെ മാറി. അങ്ങനെ അറ്റ് ലാസ്റ്റ് ചേച്ചിയുടെ വീട്ടിലേക്ക് ഞങ്ങൾ വന്നു. എൻ്റെ മോൻ അവിടെ ഉള്ളവരെയൊക്കെ അന്ന് ആദ്യമായിട്ടാണ് കണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് പരിചയക്കുറവുണ്ടായിരുന്നു. അങ്ങനെ അധികം അറിഞ്ഞുകൂടാത്തൊരിടത്തും പോകത്തില്ല. പക്ഷേ അച്ചാച്ചൻ വിളിച്ചപ്പോഴത്തേക്കും ചേച്ചിയുടെ അച്ഛൻ വിളിച്ചപ്പോഴത്തേക്കും അവൻ പോയി കുറച്ച് നേരമൊക്കെ നിന്നു. കുറച്ച് ടൈം ആയപ്പോഴേക്കും അവിടെ ഉള്ളവരുമായിട്ട് ഒരുവിധമൊക്കെ കമ്പനിയായി. പിന്നെ വീട്ടിലത്തെ പോലെ തന്നെ അവിടെയൊക്കെ നടക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ അന്നത്തെ ഈവനിങ് വിശേഷം അത്രയൊക്കെ തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.